Ready, take. Ready, full energy, ellarum. Roll camera. Sorry, cut. Propeller on. Okay, and roll camera. Background action. Jingle jump. Clap, stop, dialogue. Cut, one more. So, സുഹൃത്തിന് വാക്കിയെടുത്തു. എല്ലാവരും സ്റ്റേജിലേക്ക് നോക്കണം, വേറെ എങ്ങോട്ടും നോക്കരുത്. സ്റ്റേജിനകത്ത് ആരാ നടക്കുന്ന ആരാണ്? അവരൊക്കെ ഫീൽഡാണ്. റെഡി ആൻഡ് പ്രൊപ്പല്ലർ ഓൺ. റോൾ ക്യാമറ. ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ. ജിംഗിൾ ജംപ്. ക്ലാപ്പ് സ്റ്റോപ്പ് ഡയലോഗ്. ഈ വലതുവശത്തെ ഫ്ലാഗുകൾക്ക് ഒരു എനർജി ഇല്ലല്ലോ ബാബ. ക്രൗഡിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ ഫ്ലാഗ് വീശുന്ന ഒരു എനർജി ഇല്ല, ചത്ത പോലാണ് നിൽക്കുന്നത്. വൺ മോർ. ഈ ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്, റൈറ്റ് സൈഡിൽ ആരും ഒന്നും ചെയ്യുന്നില്ല. റോൾ ക്യാമറ. ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ. ജിംഗിൾ ജംപ്. ക്ലാപ്പ് സ്റ്റോപ്പ് ഡയലോഗ്. ഷോട്ട് ഓക്കെ. നിങ്ങളിപ്പോൾ കേട്ട സൗണ്ട് അത് ആരുടേതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അത് നമ്മുടെ മിസ്റ്റർ പൃഥ്വിരാജിൻ്റേത് തന്നെയാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചില അവസരങ്ങൾ വീണ് കിട്ടും. അങ്ങനെ ഒരു അവസരമാണ് എനിക്കിവിടെ കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതും. മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ അഭിനയിക്കാൻ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ആവശ്യമുണ്ടെന്ന് ഒരു പരസ്യം വന്നിരുന്നു. ആ പരസ്യം കണ്ടിട്ടാണ് ഞാനും എൻ്റെ നമ്പറും അതുപോലെ ഫോട്ടോയും അയച്ചു കൊടുത്തത്. 5-6 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവുമെന്നും അതുവരെ അവിടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ താമസിക്കണമെന്നും എന്നുള്ള അറിയിപ്പ് നമുക്ക് കിട്ടി. അതിനുള്ള തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഒരു സന്ദേശം കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ യാത്രകളും നടത്തുമ്പോൾ പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങി മിക്കവാറും രാത്രിയോടുകൂടി തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്രകൾ കൂടുതലും നടത്താറുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരം നഗരത്തിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുള്ള മോഹം മനസ്സിൽ ഉദിച്ചു വന്നത്. അവിടെ എത്തിയാൽ തന്നെ 2 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം എന്തായാലും വേണ്ടിവരും ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു അവസരം മുതലാക്കുക തന്നെയാണ് ഞാൻ ചെയ്തത്. ലാലേട്ടൻ്റെ സിനിമയിൽ ഒരു അവസരവും അതുപോലെ ഞാൻ ആഗ്രഹിച്ച പോലെ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക സ്ഥലങ്ങളും കാണാനുള്ള മറ്റൊരവസരം കൂടി എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പരമാർത്ഥമായ സത്യം. അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ നാട്ടുകാരുടെ പലരുടെയും വിചാരം ഞാൻ ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണെന്നാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരു കൊടിയും പിടിച്ച് ഇടയ്ക്കൊക്കെ അവിടുന്ന് പൃഥ്വിരാജണ്ണൻ പറയുമ്പോൾ ക്ലാപ്പ് അടിക്കുകയും മാത്രമായിരുന്നു എൻ്റെ ജോലി. അതുകൂടെ എത്ര ആളുകളോട് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല എന്നതാണ് പരമാർത്ഥമായിട്ടുള്ള മറ്റൊരു സത്യം കൂടി. ഇവിടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത് വലിയൊരു അവസരമാണ്. നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് പോലെ ലാലേട്ടൻ്റെ സിനിമയിൽ ഒന്ന് അഭിനയിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അഭിനയത്തോടൊപ്പം എനിക്ക് ചെറിയൊരു ശമ്പളവും കിട്ടുന്നു എന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ യാത്ര എനിക്ക് ഇവിടെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും തിരുവനന്തപുരം നഗരം ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ സന്തോഷമാണ് എനിക്ക് നൽകിയത്. ഇവിടെ എത്തിയതിന് ശേഷം കേരളത്തിലെ നമ്പർ 1 തിയേറ്ററായ ഏരീസ് പ്ലസിൽ നിന്നും ഒരു സിനിമ കാണാനും പത്മനാഭസ്വാമി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, കോവളം ബീച്ച്, വിഴിഞ്ഞം തുറമുഖം, ലുലു മാൾ, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ആഴിമലയിലെ ശിവപ്രതിമ, ഇവയെല്ലാം കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മൃഗശാലയെക്കുറിച്ചാണ്. ആ ഒരു സ്ഥലം കൂടി സന്ദർശിച്ചതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോരുകയായിരുന്നു. അന്നത്തെ ആ ഒരു ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മൃഗശാലയിൽ ഒരുപാട് സമയം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചില്ല.
തിരുവനന്തപുരം മൃഗശാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളൊന്നുമില്ലെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അതൊരു നല്ലൊരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഇവിടുത്തെ നിറഞ്ഞു നിൽക്കുന്ന ആ മരങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു നഗരത്തിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രദേശം. അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു മൃഗശാലയെക്കുറിച്ച് നമുക്ക് അഭിപ്രായപ്പെടാവുന്നതാണ്. കാട്ടിയും കടുവയും പുലിയും കാണ്ടാമൃഗവുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഞാനിവിടെ വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കടുവയും സിംഹവുമൊന്നും വേട്ടയാടി ഭക്ഷിക്കാത്ത ഒരിനം മൃഗം. ഞാൻ അതിന് അരികിലെത്തുമ്പോൾ അവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അതിലാരോ ആ ഒരു മൃഗത്തെ സുബ്രഹ്മണി എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയോ എന്നെനിക്കൊരു സംശയം. ആ കുട്ടികൾക്കും അവൻ തന്നെയായിരുന്നു മൃഗശാലയിലെ ഹീറോ. മഴ കാരണം തിരുവനന്തപുരത്തെ ആ കാഴ്ചകളൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.